കണ്ണൂരിലേക്ക് പോയാൽ അവിടെ അഡ്വക്കേറ്റ് പി ഇന്ദിര മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള നഗരമായ കണ്ണൂരിൻ്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട്. നമുക്കറിയാം, ഈ കണ്ണൂരിലെ ജനങ്ങൾ UDFന് വളരെ മികച്ച രീതിയിലുള്ള ഒരു വിജയമാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതിന് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കണ്ണൂരിൻ്റെ വികസനം ലക്ഷ്യം വെച്ച് നല്ല രീതിയിൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കണ്ണൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. ബിജീഷ്, ഇപ്പോൾ എത്ര വോട്ടുകളാണ് പി ഇന്ദിരയ്ക്ക് ലഭിച്ചത്? ആദ്യ പ്രതികരണം എന്താണ്? ഇതിനകത്ത് അമൃത, കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് മറ്റ് അപ്രതീക്ഷിതമായ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. 36 അംഗങ്ങളാണ് UDFനുള്ളത്. ഈ 36 അംഗങ്ങളുടെയും പിന്തുണ ഈ ഇന്ദിരയ്ക്ക് ലഭിച്ചു. അങ്ങനെ പി ഇന്ദിര തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. LDFിലെ VK പ്രകാശിനെയും അതുപോലെ തന്നെ NDAയിലെ അർച്ചന പണ്ഡിറ്റാലുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. അവർക്ക് യഥാക്രമം LDFിലെ സ്ഥാനാർത്ഥിക്ക് 15ഉം അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിക്ക് 4 വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. SDPIക്ക് ഒരംഗം ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷന്റെ 5ാമത്തെ മേയറായിട്ട് അഡ്വക്കേറ്റ് പി ഇന്ദിര, കോൺഗ്രസ് നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് പി ഇന്ദിര തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ കാലാവധി പൂർത്തിയാക്കിയ ഭരണസമിതിയുടെ ഡെപ്യൂട്ടി മേയറായിരുന്നു അഡ്വക്കേറ്റ് പി ഇന്ദിര. അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ട ശേഷം നടക്കുന്ന 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ 3 തവണയും കൗൺസിലറായി എന്നുള്ള പ്രത്യേകത കൂടി അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്കുണ്ട്. നേരത്തെ തന്നെ ഭരണപരിചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് പി ഇന്ദിരയെ UDF മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത്. കോൺഗ്രസ് അത്തരത്തിലുള്ള തീരുമാനമെടുത്തതും പി ഇന്ദിരയുടെ ഭരണ മികവ്, ഭരണ പരിചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 36 UDF അംഗങ്ങളെ പിന്തുണയും നേടിക്കൊണ്ട് അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷന്റെ 5ാമത്തെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അമൃത, നഗരസഭകളിലെ കാര്യം എങ്ങനെയാണ് ബിജേഷ്? നഗരസഭകളിൽ ഇപ്പോൾ 3 സ്ഥലങ്ങളിലെ റിസൾട്ടാണ് നമുക്ക് ഔദ്യോഗികമായി ലഭ്യമായിരിക്കുന്നത്. ഒന്ന് പയ്യന്നൂർ നഗരസഭ. അവിടെ പ്രതീക്ഷിച്ച പോലെ തന്നെ LDFിലെ CPM അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് പി സരിൻ ശശി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു വാർത്തയുള്ളത്, നേരത്തെ CPMന്റെ വിമതനായി തെരഞ്ഞെടുക്കപ്പെട്ട 36ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട C വൈശാഖ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. വോട്ടെടുപ്പിന്റെ ഹാളിലെത്തിയ വൈശാഖ് താൻ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് വരണാധികാരിയെ അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത് തളിപ്പറമ്പ് നഗരസഭയാണ്. UDFന്റെ കോട്ടയായ തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിൽ നിന്നുള്ള PK സുബൈർ നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തലശ്ശേരി നഗരസഭയിൽ ഫസൽ കേസ് വധക്കേസിൽ 8ാം പ്രതിയായിട്ടുള്ള കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭയുടെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അമൃത, ശരി.